ഇറാനും അമേരിക്കയും വലിയ യുദ്ധത്തിലേർപ്പെടാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. US നിർദ്ദേശിച്ച ആണവ കരാർ പാലിക്കുന്നില്ലെങ്കിൽ ഇറാന് മേൽ വലിയ യുദ്ധം തന്നെ, വലിയ ബോംബ് വർഷം തന്നെ അമേരിക്ക നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സാധ്യമായ ബോംബാക്രമണങ്ങൾ എല്ലാം നടത്തും. അതിനുവേണ്ട ബോംബറുകളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. ഇറാൻ അതിർത്തിയിൽ അതിൻ്റെ വിന്യാസം അമേരിക്ക നടത്തി കഴിഞ്ഞു. ഇറാനും ടെഹ്റാനിൽ തങ്ങൾക്കാവുന്ന വിധം വിന്യാസം നടത്തി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് മേൽ ദ്വിതീയ താരിഫ് ചുമത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ യുദ്ധത്തിൽ നിന്നോ ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നുമോ അല്ല നശിക്കാൻ പോകുന്നത്, മറിച്ച് വേറെ പല കാര്യങ്ങൾ, അതായത് ഇറാൻ അകത്തുള്ള തന്നെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഇറാൻ സമ്പൂർണ്ണമായും നശിക്കാൻ പോകുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ സ്വയം നശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇറാൻ സ്വയം നശിക്കും എന്നുള്ളത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? അതിനകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള യുദ്ധമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെടുതി ഇറാൻ നേരിടാൻ പോവുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇറാൻ നേരിടാൻ പോകുന്നുണ്ട്, അതെന്താണെന്ന് പറഞ്ഞു തരാം. നഗരത്തിൽ പതിയിരിക്കുന്ന ഒരു വിനാശകരമായിട്ടുള്ള ഒരു ഭൂകമ്പത്തിൽ നിന്നാണ് വലിയ ഭീഷണി ഇറാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്തെ വലിയ ഭീഷണി നേരിടുന്നത് ഇതിലാണ്. സമീപകാലത്തെ ചെറിയ ഭൂചലനങ്ങൾ ഈ ഭയാനകമായ യാഥാർത്ഥ്യത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മ്യാൻമറിൽ ഉണ്ടായ വമ്പൻ ഭൂചലനമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. മ്യാൻമറിൽ ഭൂചലനത്തിൽ ഇപ്പോഴും തിരച്ചിൽ അവിടെ തുടരുകയാണ്. തായ്ലൻഡിൽ അതിൻ്റെ പ്രകമ്പനമുണ്ടായി, ബംഗ്ലാദേശിലുണ്ടായി, അഫ്ഗാനിസ്ഥാൻ കുലുങ്ങി, അങ്ങനെ 5 രാജ്യങ്ങൾ കുലുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. മരണം 10,000 കഴിയുമെന്നാണ് US ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ ഇറാനിൽ ഭൂചലനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അവിടെ ഇപ്പോൾ നേരിയ തോതിലുള്ള ഭൂചലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഭൂചലനങ്ങൾക്ക് പുറമെ ജലക്ഷാമം, വൈദ്യുതി തടസ്സം, മലിനീകരണം എന്നിവർ തലസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. അടിയന്തര നടപടികളില്ലെങ്കിൽ ഒരു വിനാശകരമായ ഭൂകമ്പം ദശലക്ഷക്കണക്കിന് ജീവൻ അപകടത്തിലാക്കുമെന്നും നഗരത്തിൻ്റെ സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിച്ചേക്കാമെന്നും ഇപ്പോൾ വിദഗ്ധർ തന്നെയാണ് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ മാസം ആദ്യം ടെഹ്റാൻ്റെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ജനസാന്ദ്രതയുള്ള വരാമിൻ നഗരത്തിൽ മാർച്ച് 14-ന് 3.3 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. അപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ടെഹ്റാനിൽ ഏത് നിമിഷവും ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ ഭൂകമ്പങ്ങൾ പ്രവർത്തിച്ചു. TV9 ഹിന്ദി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നഗരങ്ങൾ ഇപ്പോൾ മുമ്പത്തെക്കാൾ ഉയർന്ന അപകട സാധ്യതയിലാണെന്ന് ഭൂകമ്പ ശാസ്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം 6 ദശലക്ഷം ആളുകളുടെ ജീവൻ അപഹരിച്ചേക്കാം എന്ന് പറയുന്നു. 1 കോടിയിലേറെ പേരാണ് ടെഹ്റാനിൽ താമസിക്കുന്നത്. എന്നിരുന്നാലും നഗരം 3 പ്രധാന ഫോൾട്ട് ലൈനുകളിലും നിരവധി ചെറിയ പൊട്ടലുകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസിയുമായി ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൽ ഈ ഫോൾട്ട് ലൈനുകളിൽ ഏതെങ്കിലും 7 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പത്തിന് കാരണമാകുമെന്നും ഇത് നഗരത്തിൻ്റെ പകുതി കെട്ടിടങ്ങളെയും തകർച്ചയിലേക്ക് നയിക്കും എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഭൂകമ്പ ഭീഷണി ഇറാൻ ഇപ്പോൾ നേരിടുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.